മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് കുട്ടികൾ കുറവാണല്ലോ, എന്ത് പറ്റി? കഴിഞ്ഞ ക്ലാസ്സിലും കുറവായിരുന്നു, ആകെ 3 പേരുണ്ടായിരുന്നുള്ളൂ. അതെ അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഓഫീസ് സ്റ്റേഷനിൽ ഇപ്പൊ നിങ്ങക്ക് വീഡിയോസ് എല്ലാം കിട്ടിക്കഴിഞ്ഞില്ലേ? കിട്ടിയില്ലേ ഫുള്ളും? ഓക്കെ. കംപ്ലീറ്റ് ആയോ ചാപ്റ്റർ? ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ് കഴിഞ്ഞ പ്രാവശ്യം കയറിയിരുന്നല്ലേ? മിസ്സിനൊരു ജസ്റ്റ് അപ്പൊ തന്നെ അഡ്ജസ്റ്റ്മെന്റ് വന്നപ്പോ വേറെ ക്ലാസ്സിലേക്ക് കയറേണ്ടി വന്നതാണ്. ക്ലാസ്സിലേക്ക് കയറി കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഫീസ് സ്റ്റേഷനറി എങ്ങനെ ഉണ്ടായിരുന്നു ചാപ്റ്റർ? എളുപ്പമുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഓക്കെ, എങ്ങനെയുണ്ട് ചാപ്റ്റർ? എളുപ്പമുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ കൺസെപ്റ്റ് എന്താണെന്നുള്ളത്? മ്യൂട്ട് ചെയ്തേക്കാണ്. അൺമ്യൂട്ട് ആക്കണോ? ഡിസ്റ്റർബൻസ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മ്യൂട്ട് ആക്കിയത് കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ചാപ്റ്റർ എങ്ങനെയുണ്ട്? അതെ, ടൈപ്പ് ചെയ്യുമ്പോ കുറച്ച് ബുദ്ധിമുട്ട്. മോളും മടിയിൽ നിന്ന് ഉറങ്ങാനേ, അപ്പൊ പിന്നെ ടൈപ്പിങ്ങും കൂടി ആകുമ്പോ കുഴപ്പമില്ല ചാപ്റ്റർ. പിന്നെ ഒരുവിധമൊക്കെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് അങ്ങനെ എല്ലാ കൺസെപ്റ്റും കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ, അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, വേറെ എവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ചാപ്റ്ററില്? ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു റിവൈസ് ചെയ്യാം നമുക്ക് ആ ചാപ്റ്റർ. ഓക്കെ, റിവൈസ് ചെയ്യണോ? ചെയ്താലോ? ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും 1 മണിക്കൂറുണ്ടല്ലോ. ലൈവ് കേൾക്കുമ്പോ കുറച്ചുകൂടി നല്ലതാ. ഓക്കെ. അതുപോലെ പിന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ നിങ്ങൾക്ക് ഓഫീസ് സ്റ്റേഷനറിയുടെ? ഇല്ല, ഇപ്പൊ ഇന്നലെ ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലല്ലേ കഴിഞ്ഞ, അതിന്റെ വന്നിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ചിലപ്പോ ഇട്ട് തരും കേട്ടോ, ഇട്ട് തരുമായിരിക്കും അവര്. വൺ മിനിറ്റ്, ചാപ്റ്റർ ഒന്ന് എടുക്കുക കേട്ടോ. ഒന്ന് ചാപ്റ്റർ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം. വൺ മിനിറ്റ്.
ഓക്കെ, ചാപ്റ്റർ എടുത്തിട്ടില്ല എല്ലാവരും. ഓക്കെ, അതെ, സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് ടൈം എടുത്തത് കേട്ടോ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓഫീസ് സ്റ്റേഷനറി എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലെ. ഓഫീസിൽ നമ്മൾ എന്തൊക്കെ സ്റ്റോക്കുകളാണ് ഉപയോഗിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ കുറച്ച് കാര്യങ്ങൾ, അതെവിടേക്കാണ് വെക്കേണ്ടത്, അതുപോലെ തന്നെ അതിന്റെ സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐറ്റംസ് ആണ് അല്ലെ. ഓഫീസിലോ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ കടകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഓരോ ഗുഡ്സുകൾ അതുപോലെ തന്നെ ഓരോ ഐറ്റംസുകൾ നമ്മൾ വാങ്ങിക്കാറുണ്ട്, വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവരാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസിലേക്കാണ് നമ്മള് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതായത് ഓഫീസിലോ കടയിലോ ആവശ്യം വരുന്നത് വരെ സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ. ഇപ്പോ ഒരാള് നമ്മൾ എന്ത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നു അല്ലെ, അയാൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കടയിൽ പോകുമ്പോഴാണ് സാധനങ്ങള് കടക്കാരൻ എന്ത് ചെയ്യുന്നത് നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ആവശ്യം വരുന്നത് വരെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള സാധനങ്ങളെയാണ് നമ്മുടെ കടകളില് ബയർ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സെല്ലർ എന്ത് ചെയ്യുന്നത്, ആൾക്ക് കൊടുത്ത് അങ്ങനെ ക്യാഷ് കളക്ട് ചെയ്യുന്നത്. അതുവരെ എന്ത് ചെയ്യുന്നത്, കടകളിൽ എങ്ങനെ സ്റ്റോക്കുകൾ സംഭരിച്ച് വെക്കുന്നുണ്ട്, സാധനങ്ങൾ ഐറ്റംസുകൾ സംഭരിച്ച് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസിനെയാണ് നമ്മള് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഓഫീസിലായാലും എന്താണ്, പല സാധനങ്ങൾ ഓർഗനൈസേഷനിലായിട്ട് പല സാധനങ്ങൾ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാറ്റാനായിട്ട് നമ്മൾ പല സാധനങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഐറ്റംസിനെയും നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, വിൽക്കാനായിട്ട് കടയിൽ സൂക്ഷിക്കുക, നമ്മൾ പറഞ്ഞത് തന്നെയാണ്, വിൽക്കാനായിട്ട് കടയിൽ സൂക്ഷിക്കുന്ന ഐറ്റംസിനെയും നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഓഫീസുകളിൽ നമ്മളിപ്പോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, ഡേ ടു ഡേ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ഐറ്റംസുകൾ നമ്മൾ എന്താണ് ഉപയോഗിക്കാറുണ്ട് അല്ലെ, അവിടുത്തെ ഫങ്ഷൻ കറക്റ്റ് ആയിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഐറ്റംസ് ഇപ്പൊ പേനയാവാം, പേപ്പേഴ്സ് ആവാം, ബുക്ക് ആവാം, പല റെക്കോർഡ്സുകളാവാം, അത്തരത്തിലുള്ള ഐറ്റംസിനെ നമ്മൾ സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നുണ്ട് അതിനകത്ത് ടൈപ്സ് ഓഫ് ഓഫീസ് സ്റ്റേഷനറി, പല രീതിയിൽ ട്രഡീഷണൽ ആയിട്ടും അതുപോലെ തന്നെ എന്താണ്. ഓക്കെ, ട്രഡീഷണൽ സിസ്റ്റം, അതുപോലെ തന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇന്റർനാഷണലി യൂസ് ചെയ്യുന്ന സിസ്റ്റംസ്, അതായത് ഇപ്പോ A4 ഷീറ്റ്, എ ടൈപ്പ്, ബി സൈസ്, അതുപോലെ സി സൈസ്, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അറിയുന്നത്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൈസുകൾ എന്താണ്, എക്സാമ്പിൾ ഓഫ് സം ഓഫ് ദി കോമൺ യൂസസ് ഓഫ് ഡിഫറെന്റ് സൈസ് ഓഫ് പേപ്പേഴ്സ്, അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് A3, A4, A5, A6, A7, അങ്ങനെ പല രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, A3 എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ലീഗൽ ഡോക്യുമെന്റ്സിനാണ്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഇതിനൊക്കെയാണ് A3 യൂസ് ചെയ്യുന്നത്. A4 എന്തിനൊക്കെയാണ്, 6 ലെറ്റേഴ്സ്, റിപ്പോർട്ട്സുകള്, മീറ്റ്സുകള്, അജണ്ടാസ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, A4 ഷീറ്റ് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. A5 എന്ന് പറഞ്ഞാല് മെമ്മോസ്, ഷോർട്ട് നോട്ട്, അതുപോലെ ക്രെഡിറ്റ് നോട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. A6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് പോസ്റ്റ് കാർഡ്, ഇൻഡെക്സ് കാർഡ്, റിക്വസിഷൻ, അഭ്യർത്ഥനകൾ നടത്താൻ വേണ്ടിയിട്ട്, ഇതിനൊക്കെ നമ്മൾ A6 ആണ് യൂസ് ചെയ്യുന്നത്. A7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ബിസിനസ്, ഈ വിസിറ്റിംഗ് കാർഡ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ പല ഇപ്പോ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ വിസിറ്റിംഗ് കാർഡ് ഒക്കെ അവർ തരാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ലേബേഴ്സ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് A7 ടൈപ്പ് പേപ്പേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തിരിക്കുന്നതാണ്, നിങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കാൻ പാടില്ല. ഓക്കെ, അവിടെ ചിത്രവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് പേപ്പർ ക്വാണ്ടിറ്റി. ഓക്കെ, അതിൽ വരുന്നത് ബ്ലാങ്ക് പേപ്പർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്, ബ്ലാങ്ക് പേപ്പർ, അതുപോലെ തന്നെ എന്താണ്, ബോണ്ട് പേപ്പർ, എയർമെയിൽ പേപ്പർ, നെക്സ്റ്റ് വരുന്നത് ആർട്ട് പേപ്പർ വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂപ്ലിക്കേറ്റിംഗ് പേപ്പർ, കാർബൺ
പേപ്പർ, കോപ്പിയർ, ബോണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ടൈപ്സ് ഓഫ് എ പേപ്പർ ക്വാളിറ്റിയിൽ വരുന്നത്. അപ്പൊ അതിലെ ഫസ്റ്റ് വൺ ആണ് ബ്ലാങ്ക് പേപ്പർ. ബ്ലാങ്ക് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്ലാങ്ക് പേപ്പർ എന്ന് പറഞ്ഞാൽ അതായത് ബ്ലാങ്ക് പേപ്പർ എന്ന് പറയുമ്പോൾ ഏറ്റവും കനം കുറഞ്ഞതും അതുപോലെ തന്നെ നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് നമുക്ക് തോന്നും അല്ലെ, സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള പേപ്പർ, അത്തരത്തിലുള്ള പേപ്പറാണ് എന്ത് ഈ ബ്ലാങ്ക് പേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ കാർബൺ കോപ്പീസ് എടുക്കാനായിട്ടായാലും ഫോംസുകൾ ഉണ്ടാക്കാനായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്ത് ബ്ലാങ്ക് പേപ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ബോണ്ട് പേപ്പർ. ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ളത്, നമുക്ക് വളരെ എന്താണ് ഈ ഹാർഡർ ആയിരിക്കും. ഓക്കെ, കട്ടിയുള്ളത് അതുപോലെ തന്നെ വൈറ്റർ ആയിരിക്കും, വെളുത്തതും മിനുസമുള്ള ഒരു സ്മൂത്തർ പേപ്പർ ആയിരിക്കും, സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മിനുസമുള്ള ഒരു പേപ്പർ ആയിരിക്കും ഈ ബോണ്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ. കട്ടിയുള്ളതും അതുപോലെ തന്നെ വൈറ്റർ ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് ഒരു സ്മൂത്തർ അല്ലെ, സ്മൂത്തർ പേപ്പർ, ഒരു സോഫ്റ്റ്നെസ് മിനുസമുള്ള അത്തരത്തിലുള്ള ഒരു പേപ്പറാണ് ബോണ്ട് പേപ്പർ എന്ന് പറയുന്നത്. അതുപോലെ ലെറ്റേഴ്സ്, അതുപോലെ ടൈപ്പിംഗ് കോപ്പീസ്, ഇതൊക്കെ എന്തിനൊക്കെ വേണ്ടിയിട്ട് ലെറ്റേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടൈപ്പിംഗ് ടോപ്പ് കോപ്പീസ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത് ബോണ്ട് പേപ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കുഴപ്പമില്ല സേതു, ഓക്കെ കുഴപ്പമില്ല കേട്ടോ. ഇനി നെക്സ്റ്റ് ആണ് എന്താണ് എയർമെയിൽ പേപ്പർ. എയർമെയിൽ പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എയർമെയിൽ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നേർത്തതായിരിക്കും അല്ലെ, എന്താണ് ഗുഡ് ക്വാളിറ്റി ആയിരിക്കും, വെരി തിൻ ആയിരിക്കും, വളരെ നേർത്തത്, നല്ല രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ടാവും, ഗുഡ് ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഈ എയർമെയിൽ അല്ലെ, ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, വിമാനമാർഗം അയക്കുന്ന കത്തുകളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എയർമെയിൽ പേപ്പർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് ആർട്ട് പേപ്പർ ഉണ്ട്. ആർട്ട് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല മിനുസമുള്ള, നമുക്ക് തൊടുമ്പോൾ തന്നെ നല്ല രീതിയിൽ മിനുസമുള്ളതും അതുപോലെ തന്നെ മഷി എളുപ്പത്തിൽ ആഗിരണം ചെയ്യാത്തതുമായിട്ടുള്ള പേപ്പറാണ് ഇത് ഈ ആർട്ട് പേപ്പർ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഈ ആർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വരയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യില്ലേ ഇത്തരത്തിലുള്ളത്. അതുപോലെ എന്താണ് സ്പീച്ച് ഡ്യൂപ്ലിക്കേറ്റിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് ആണ് ഡ്യൂപ്ലിക്കേറ്റിംഗ് പേപ്പർ എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? മഷി വേഗത്തിലും ഉണങ്ങാൻ സഹായിക്കുന്ന പേപ്പർ, വേഗത്തിലും മഷി ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന പേപ്പറാണ്. അത് എന്താണ് സ്റ്റെൻസിൽ ഡ്യൂപ്ലിക്കേറ്റിംഗിന് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് കാർബൺ പേപ്പർ. കാർബൺ പേപ്പർ എന്ന് പറഞ്ഞാല് കനം കുറഞ്ഞതായിരിക്കും. ഓക്കെ, കനം കുറഞ്ഞതും അതുപോലെ തന്നെ എന്താണ് സാധാരണയായിട്ട് കറുത്ത നിറമുള്ള ഒരു പേപ്പറാണ് കാർബൺ പേപ്പർ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ എല്ലാവർക്കും കണ്ടിട്ടുണ്ടാവും ഈ കറുത്ത നിറമുള്ള പേപ്പർ. അതുപോലെ തന്നെ ഒരു നീല നിറത്തിലുള്ള ഒരു പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഓക്കെ, അപ്പോ അത് എന്താണ് എഴുത്തിന്റെ ആ ടൈപ്പ്, എഴുത്തിന്റെയും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്തതുമായിട്ടുള്ള കോപ്പീസ് നമുക്കറിയാം ഈ പേപ്പേഴ്സിന്റെ അടിയിലൊക്കെ വെച്ചിട്ട് അവര് എഴുതാറുണ്ട്. അപ്പൊ എന്താണ് മറ്റു അടുത്ത പേപ്പറിൽ അത് തെളിഞ്ഞു വരാറുണ്ട് ഇല്ലേ. അപ്പൊ അത്തരത്തിലുള്ള പേപ്പേഴ്സിനെയാണ് നമ്മൾ കാർബൺ പേപ്പർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് കോപ്പിയർ ബോണ്ട്. അതായത് ഈ ഫോട്ടോ കോപ്പി മെഷീനിൽ ഉപയോഗിക്കുന്ന ഒരു പേപ്പറാണ് കോപ്പിയർ ബോണ്ട് എന്ന് പറയുന്നത്. അത് മെഷീനിൽ തടസ്സം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞതുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എൻവലപ്സ് കാര്യങ്ങൾ, അതിന്റെ എന്താ പറയാ അതിന്റെ സൈസ് കാര്യങ്ങള് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് എൻവലപ്പ്. ടൈപ്സ് ഓഫ് എൻവലപ്പിൽ വരുന്നത് ഫസ്റ്റ് വൺ എന്താണ്? ബാങ്കർ. എന്താണ് ബാങ്കർ എന്ന് പറഞ്ഞാല്? ബാങ്കർ എൻവലപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താണ് നിങ്ങൾ കാണുന്നില്ല, പിക്ചർ കാണുന്നുണ്ട് അല്ലെ. എന്താണ് കവർ തുറക്കുന്ന ഭാഗം നീളമുള്ള വശത്താണ്. ആ നീളമുള്ള വശത്താണ് എന്ത് ചെയ്തത്? കവറിന്റെ തുറക്കുന്ന ഭാഗമുണ്ട്. അപ്പൊ അതിനെയാണ് ബാങ്കർ എൻവലപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബാങ്കർ എൻവലപ്പ് എന്ന് പറഞ്ഞാല് ഓപ്പൺ ഈസ് ഓൺ ദ ലോങ്ങർ സൈഡ്. തുറക്കുന്ന ഭാഗത്താണ് അതിന്റെ ഓപ്പണിംഗ് സൈഡ് ഉള്ളത്. ആ നീളമുള്ള സൈഡിലാണ് അതിന്റെ തുറക്കുന്ന ഭാഗം ഉള്ളത്. ഇനി നെക്സ്റ്റ് ആണ് വിൻഡോ എൻവലപ്സ്. ഓക്കെ,
വിൻഡോ എൻവലപ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു എന്താ പറയാ ഇപ്പൊ എൻവലപ്പിന്റെ ആ നടുക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വിൻഡോ പോലെ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. നമുക്ക് അവിടെ വെച്ച് എന്താണെന്നുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ അഡ്രസ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ആരാണ് അത് നെയിം എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് വിൻഡോ എൻവലപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി നെക്സ്റ്റ് ആണ് എന്ത് പോക്കറ്റ് എൻവലപ്പ്. കണ്ടിട്ടില്ല എക്സ്ട്രാ അവിടെ എന്താണ് ഓപ്പണിംഗ് ഈസ് ഓൺ ദി ഷോർട്ടർ സൈഡ്. ഓക്കെ, ആ ഷോർട്ടർ സൈഡിലായിരിക്കും ഇത് ചെയ്യുന്നത്. ഒരു പോക്കറ്റ് പോലെയാണല്ലേ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നാളെ ഇങ്ങനെ പൈസ ഇടുന്ന രീതിയിൽ ആൺകുട്ടികളുടെ ഷർട്ടിന്റെ അവിടെ ഉണ്ടാവും അല്ലെ, പോക്കറ്റുകള് പാൻസിന്റെ അവിടെയൊക്കെ ഉണ്ടാവും. അത്തരത്തില് എന്താണ് പോക്കറ്റ്, അതായത് എന്താണ് അത് ഓപ്പൺ ചെയ്യുന്ന ഇതാണ് അതിന്റെ ഷോർട്ടർ സൈഡിലായിരിക്കും ഓപ്പണിംഗ് വരുന്നത്. ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകത? ഇനി നെക്സ്റ്റ് ആണ് എന്താണ് എപ്പാച്ചർ. അതായത് എപ്പർച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? എപ്പർച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവറിന്റെ ഉള്ളിലുള്ള കവറിൽ ഉള്ള ആ സുതാര്യമായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ എന്താണ് അതിലൂടെ നമുക്ക് വിവരങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, അതാണ് എപ്പർച്ചർ എൻവലപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ അതായത് എപ്പോർച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ് അത് നമുക്ക് എന്താണ് ഒരു എന്താ പറയാ ഒരു നമുക്ക് ഈ സുതാര്യമായിട്ടുള്ള ഒരു കവറിങ് ഉണ്ടാവും അല്ലെ, നമുക്ക് കാണാൻ പറ്റും. അതാണ് എപ്പാച്ചർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ വിൻഡോ പോലെ തന്നെയുള്ളതാണ്. വിൻഡോ പോലെ തന്നെ അവിടെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പേപ്പർ കൊണ്ട് ഒരു വിൻഡോ പോലെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലൂടെ നമുക്ക് അഡ്രസ് കാര്യങ്ങൾ നെയിം ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് കണ്ടിന്യൂസ് സ്റ്റേഷനറി. കണ്ടിന്യൂസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പല പ്രിന്റ് ഫോംസിലും പുറമെ അതിന്റെ ഒന്നിനും പുറകെ ഒന്നായിട്ട് ചേർന്ന് ഒരു ചെറിയ ഒരു എന്താണ് ഒരു വര പോലെയൊക്കെ ഉണ്ടാവും, ഒരു വിരൽ വര പോലെ അത് ഉപയോഗിച്ച് ഓർത്തിരിക്കാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റേഷനറിയാണ് കണ്ടിന്യൂസ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കൽ എഴുതുമ്പോൾ തന്നെ അതിന്റെ പല കോപ്പീസ് നമുക്ക് ലഭിക്കും. അതാണ് അവിടെ പറയുന്നത്. കാർബൺ പേപ്പർ ഉപയോഗിച്ചിട്ട് അത് കാർബൺ പേപ്പർ സാധാരണയായിട്ട് അതിന് ആവശ്യമില്ല. നമുക്ക് ഒരിക്കൽ എഴുതി തന്നെ കഴിയുമ്പോൾ അതിന്റെ പല കോപ്പീസ് നമുക്ക് അതിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഉദാഹരണം സെയിൽസ് ഇൻവോയ്സ്, അതുപോലെ തന്നെ ക്യാഷ് സ്പീഡ്സ്, ലോക്കൽ പർച്ചേസ്, ഓർഡേഴ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. കണ്ടിന്യൂസ് സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ടത് പല പ്രിന്റ് ഫോംസും ഒന്നിനെ പുറകെ ഒന്നായി ചേർത്ത് വെച്ചുകൊണ്ട് അത് ചെറിയ ഒരു കീറൽ നമുക്ക് കീറിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വരവിനെ കുത്തു വരവൊക്കെ പോലെ ഉണ്ടാവില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കീറിയെടുക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് നമുക്ക് വേർതിരിക്കാനായിട്ട് പറ്റുന്നതാണ് കണ്ടിന്യൂസ് സ്റ്റേഷനറി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. ഇപ്പോ ഈ മെഡിക്കൽ ഷോപ്പില് അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബില്ലുകളായിട്ട് നമുക്ക് തരാറുണ്ട് അവര്. അതിങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അവര് പ്രിന്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് കാണാം, താഴേക്ക് ആയിട്ടൊക്കെ. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, കണ്ടിന്യൂസ് സ്റ്റേഷനറിയുടെ അഡ്വാൻറ്റേജസ് ഗുണങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഇറ്റ് സേവ് ഇൻ ഫോം ഫില്ലിംഗ്. ഓക്കെ, ഫയലിംഗ്. അതായത് അവിടെ പറയുന്നത് എന്താണ്? ഫോംസുകൾ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് അല്ലെ, അത് ഫില്ല് ചെയ്യാനായിട്ട് എന്താണ്? ഇറ്റ് സേവ് ഇൻ ഫോം ഫില്ലിംഗ്. അതായത് ഫോംസുകൾ നമുക്ക് ഇതാണ് സേവ് ചെയ്യാനായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഫോംസുകൾ പൂരിപ്പിക്കാനായിട്ട് നമുക്ക് എന്താണ് അത് സമയം ലാഭിക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കത് ചെയ്യാനായിട്ട് പൂരിപ്പിക്കാനായിട്ട് സമയം ലാഭിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി എന്താണ്? കോപ്പീസ് വിൽ ബി റിസീവ്ഡ് സൈമൾട്ടേനിയസ്ലി. എന്താണ്? എല്ലാ കോപ്പീസും ഒരേ സമയം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി എന്താ? ഹെൽപ്സ് ടു അച്ചീവ് യൂണിഫോമിറ്റി ഇൻ ദ യൂസ് ഓഫ് ഫോംസ്. അതായത് എന്താണ്? ഫോംസിന്റെ ഒരേ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നു. ഫോംസുകൾ ഓരോ വ്യക്തിയിലും ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. നീറ്റ്നെസ് ഈസ് മെയിൻറ്റെയിൻഡ് ബിക്കോസ് there is no handling of കാർബൺ കോപ്പീസ്. അതായത് കാർബൺ കോപ്പീസ് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നീറ്റ്നെസ് നമുക്ക് നിലനിർത്താനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോ സ്കിൽസ് ഈസ് ഓഫീസ് സ്റ്റാഫ് ക്യാൻ യൂസ് ദം ഈസിലി. എന്താണ് അവിടെ പറയുന്നത്? പ്രത്യേക സ്കില്ല് ആവശ്യമില്ല നമുക്ക്. ഓഫീസ് സ്റ്റാഫിന് എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പ്രത്യേക ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ നമുക്ക് എന്താണ് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് മോർ എക്സ്പെൻസീവ് എന്നാണ് ഓർഡിനറി ഫോംസ്. അതായത് എന്താണ് സാധാരണ ഫോംസിനേക്കാള് ചിലവ് കൂടുതലും മോർ എക്സ്പെൻസീവ് ആണ്. ഇനി എന്താ? മിസ്റ്റേക്സ് കനോട്ട് ബി ഈസിലി കറക്റ്റ്. ഇനി അതുപോലെ തന്നെ തെറ്റുകൾ എളുപ്പത്തിൽ നമുക്ക് തിരുത്താനായിട്ടൊന്നും പറ്റില്ല. ഓക്കെ. ഇനി ബോട്ടംസ് കോപ്പീസ് മേ അപ്പിയർ ഫെഡഡ്. അതായത് അവിടെ പറയുന്നത് താഴെയുള്ള കോപ്പീസ് ഉണ്ടല്ലോ, ആ കോപ്പീസ് മടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മടങ്ങി നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വരുമ്പോ അത് ചിലപ്പോ എന്താണ് മടങ്ങി കിടക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതുന്നതൊന്നും മനസ്സിലാവാത്ത ഒരവസ്ഥ, ചിലപ്പോൾ പ്രിന്റുകളൊക്കെ എന്താ പറയാ ഇങ്ങനെ ചിലപ്പോൾ നമുക്ക് കാണാനായിട്ട് ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് വായിക്കാൻ പറ്റില്ല, ഇങ്ങനെ മടങ്ങി കിടക്കുമ്പോ. ഓക്കെ. ഇനി അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ക്യാൻ ബി സ്പോയിൽഡ് ഈസിലി പോസ്റ്റിംഗ് വേസ്റ്റേജ്. അതായത് എളുപ്പത്തിൽ കേടാക്കുന്ന രീതിയിൽ കേടാക്കുന്നതിനാൽ വേസ്റ്റേജ് ഉണ്ടാക്കാം. പെട്ടെന്ന് തന്നെ അത് കേടാവാൻ ചാൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് സ്റ്റേഷനിങ് ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വേസ്റ്റേജ് കൂടാനായിട്ടും കാരണമാകും. ആക്സിഡന്റൽ പ്രഷർ ഈസ് ലൈക്ലി ടു മേക്ക് മാർക്സ് ഓൺ ദി കോപ്പീസ്. അതുപോലെ തന്നെ അബദ്ധത്തിൽ അധികം പ്രഷർ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോപ്പീസ് ഒക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലേ, ഇങ്ങനെ മാർക്കൊക്കെ വരാം, വായിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രിന്റ് ഒക്കെ വരാം. അത്തരത്തിൽ സംഭവിക്കാം എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഓഫീസ് ഫോംസ് എന്താണെന്നുള്ളത്. ഫോം ഈസ് എ പ്രിന്റഡ് piece of paper and card on which the entries are made by hand or typing against marked heads. Example: invoice, debit note, credit note, local purchase orders, application forms, etc. എന്താണ് ഓഫീസ് ഫോംസ് എന്ന് പറഞ്ഞാൽ? അത് ഓഫീസ് ഫോം എന്നത് എന്താണ്? മുൻകൂട്ടി ഹെഡിങ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രിന്റഡ് പേപ്പർ അല്ലെങ്കിൽ ഒരു കാർഡിനെയാണ് ഓഫീസ് ഫോംസ് എന്ന് പറയുന്നത്. നമ്മൾ മുൻകൂട്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഹെഡിങ്സ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രിന്റഡ് പേപ്പറിനെ അല്ലെങ്കിൽ കാർഡിനെയാണ് നമ്മൾ പറയുന്നത് ഓഫീസ് ഫോമിന്. അത് ഈ കൈ കൊണ്ടോ ടൈപ്പ് ചെയ്തിട്ടോ വിവരങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. ഇപ്പോ ഈ നമ്മള് എന്താ പറയാ പല ഫോംസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അത് നമുക്ക് നമുക്ക് കൈ കൊണ്ട് നമുക്ക് എഴുതാം, അതുപോലെ തന്നെ പ്രിന്റ് ചെയ്യാം. ഇപ്പോ എന്താ പറയാ വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഫോംസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യാനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോം അവിടെ ഉണ്ടാവും. അപ്പൊ സിസ്റ്റത്തിൽ ഫോം ഉണ്ടാവും. അത് നമ്മൾ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മള് വിവരങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അക്ഷയയിലോ കഫേയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ കൈകൊണ്ട് എഴുതാൻ പറ്റും, അതുപോലെ തന്നെ പ്രിന്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. പ്രിന്റ് ചെയ്ത് അത് കൈകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. അതായത് അവിടെ കൊടുത്തിരിക്കുന്നത് ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്സ്, ക്രെഡിറ്റ് നോട്ട്, ലോക്കൽ പർച്ചേസ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോംസുകൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓക്കെ. അതൊക്കെയാണ് ഇത് ഓഫീസ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്താ പറയുന്നത്? എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഓഫീസ് ഫോംസ് ആർ ഫാക്ടേഴ്സ് ടു കൺസിഡർ വെൻ ഡിസൈനിങ് ഫോംസ്. ഓക്കെ. ഇനി എന്താണ് ഒരു നല്ല ഒരു ഓഫീസ് ഫോംസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഓക്കെ. അപ്പൊ നമ്മള് ഫാക്ടേഴ്സുകൾ ഈ ഫോംസുകൾ നമ്മൾ ഓഫീസിൽ ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്തു, അതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് അവിടെ വെച്ചിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ ടൈറ്റിൽ അല്ലെ.
പ്രോപ്പർ ടൈറ്റിൽ കൊടുക്കുക. ഇത് എന്ത് ഫോം ആണ്, ഇതിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ടൊരു ടൈറ്റിൽ കൊടുക്കണം. അല്ലെങ്കിൽ എന്താ, കൊടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനൊന്നും മനസ്സിലാവില്ല അല്ലെ. പഞ്ചായത്തിൽ വന്നു, ബാങ്കിൽ വന്നു, നമ്മള് ഓരോ എന്താ പറയാ, ഓരോ സ്കൂളിലായാലും ഇവിടെ ഏതൊരു ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഫോം കൊടുക്കുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടൊരു എന്ത് വേണം, പ്രോപ്പർ ആയിട്ടൊരു ടൈറ്റിൽ വേണം. അല്ലെങ്കിൽ എന്താ, കൊടുക്കുന്ന ആൾക്ക് ഒന്ന് മനസ്സിലാവില്ല ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള ഫോമാണ്, എന്തിന് യൂസ് ചെയ്യുന്നതാണ്, ഇതിനെ കുറിച്ച് എഴുതാനായിട്ടാണ്, ഒന്നും അയാൾക്ക് മനസ്സിലാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടൊരു ടൈറ്റിൽ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് ഫോമുകൾക്ക്. ഇനി ശരിയായ തലക്കെട്ട്, അതുപോലെ തന്നെ ഓരോ ഫോമിനും വ്യക്തമായിട്ടുള്ളൊരു തലക്കെട്ട് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. നമ്മുടെ ഫോം എന്തിനെ കുറിച്ചുള്ളതാണെന്ന് തലക്കെട്ട് കണ്ടാലും മനസ്സിലാവണം അല്ലെ. തലക്കെട്ട് വായിക്കുമ്പോൾ മനസ്സിലാവണം, ഇത് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്, എന്ത് കാര്യങ്ങളാണ് എഴുതി ചേർക്കേണ്ടത് എന്നുള്ളത് ആ പ്രോപ്പർ ആയിട്ടുള്ള ടൈറ്റിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അതാണ് ടൈറ്റിലിന്റെ പ്രത്യേകത ആയിട്ട് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് ലോജിക്കൽ സീക്വൻസ്. ലോജിക്കൽ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്രമമായിട്ടുള്ള വിവരങ്ങൾ അല്ലെ. കൃത്യമായിട്ടുള്ള ക്രമമായിട്ടുള്ള ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു സീക്വൻസിന് നമ്മൾ കൊടുക്കണം അല്ലെ. വിവരങ്ങൾ ശരിയായ ക്രമത്തിൽ നൽകണം. അതിലൂടെ വിവരങ്ങൾ എളുപ്പത്തിൽ നമുക്കും വേഗത്തിലും കണ്ടെത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്താ, പേര് വിവരങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ്, ഓരോ ഫോംസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേര് വിവരങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതി ചേർക്കേണ്ടത് അല്ലെ. അല്ലാണ്ട് എന്താണ്, നമ്മളെ കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ആദ്യം, അതുപോലെ തന്നെ പേര് നെയിം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ ആദ്യം നമ്മൾ എഴുതും. അത് അല്ലാണ്ട് എന്താ, ഈ പേര് വിവരങ്ങൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ആണ് കൊണ്ടുവന്ന് എഴുതുന്നത്. അല്ല, നമ്മൾ ആദ്യം പേര് വിവരങ്ങൾ അഡ്രസ്സ് കാര്യങ്ങൾ ഇതൊക്കെ എഴുതിയതിനു ശേഷമാണ് ഫോം എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതിന് വേണ്ടിയിട്ടാണ്, കൃഷിക്ക് അല്ലെങ്കിൽ എന്താ ലോണിനാണ് എന്നുണ്ടെങ്കിലൊക്കെ ഒരു നിധി അല്ലെങ്കിൽ ഒരു ഇതിലാണ് നമ്മൾ എഴുതി ചേർക്കുന്നത് അല്ലെ. നമ്മളുടെ പേരും കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്. അപ്പൊ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള ഒരു ലോജിക്കൽ ഓർഡേഴ്സ് ഉണ്ടാക്കുക അല്ലെ. ക്രമമായിട്ടുള്ള വിവരങ്ങള്, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ക്രമത്തിൽ എഴുതിയിരിക്കണം. ഓക്കെ, നെയിം കഴിഞ്ഞാല് അഡ്രസ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് എഴുതുന്ന ആള് കറക്റ്റ് ആയിട്ട് അവിടെ എഴുതും അല്ലെ. നെയിം ഇതാണ് ചോദിച്ചിരിക്കുന്നത്, നെക്സ്റ്റ് അഡ്രസ് ആണ്. അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും അതുകൊണ്ട് ക്രമമായിട്ട് ചോദിച്ചു കഴിഞ്ഞാല് എഴുതുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി ചേർക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഈസിലി ആയിട്ട് ക്വിക്ക്ലി ആയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്, സ്പേസിങ്. ഓക്കെ, ആവശ്യമായ സ്ഥലം വേണം. ചില ഈ ഫോംസിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഈ അഡ്രസ് കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് ഒരു ഇത്തിരി പ്ലേസ് ആയിരിക്കും അല്ലെങ്കിൽ സ്പേസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. ഈ സ്ഥലമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ ഇങ്ങനെ കുത്തി കിറ്റിട്ട് ഇങ്ങനെ ആളുകൾ എഴുതാറുണ്ട്. നമ്മളായാലും നമ്മുടെ പേര് കാര്യങ്ങൾ എഴുതി, പേര് അല്ലെങ്കിൽ ഇപ്പോ വീട്ടുപേര് എഴുതി കഴിഞ്ഞാലും പിന്നെ അവിടെ സ്ഥലം കഴിഞ്ഞു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി ചേർക്കണ്ടേ നമുക്ക്. അതിന് വേണ്ടതായിട്ടുള്ള അഡ്രസ് കാര്യങ്ങൾ എഴുതാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു സ്ഥലം, സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്താണ്, കുത്തി തിരുക്കി നമ്മൾ എഴുതി വരുമ്പോ എഴുതുന്ന ആൾക്ക് മനസ്സിലാവില്ല, ആ ഫോം വായിക്കുന്ന ആൾക്ക് മനസ്സിലാവില്ല അല്ലെ. എന്താണ് അഡ്രസ് എന്നുള്ളത്, പിൻകോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതേണ്ടതാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിരിക്കണം ഫോമില്. അല്ലെങ്കിൽ എന്താ, കട്ട കുത്തിയിട്ട് ഇങ്ങനെ എഴുതി വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോം കാണാനായിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല. നമ്മൾ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. ഒരു നമുക്കറിയാം ഫോം കാര്യങ്ങളൊക്കെയാണ്, അതായത് കൃത്യമായിട്ട് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ എന്താ പറയാ, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കട്ട കുത്തി പേര് വിവരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ നമ്മുടെ സ്പെല്ലിങ് കാര്യങ്ങളൊന്നും സർട്ടിഫിക്കറ്റിൽ അടിച്ചു വരില്ല അല്ലെ. കറക്റ്റ് ആയിട്ട് എഴുതി വരില്ല. ചിലപ്പോൾ അവര് വായിക്കുന്നതിന് മിസ്റ്റേക്ക് ആയിരിക്കാം, നമ്മൾ എഴുതുന്നതിന് മിസ്റ്റേക്ക് ആയിരിക്കാം അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും, വായിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് വായിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആണ് ആഡിക്വേറ്റ് മാർജിൻ അറ്റ് ദി ലെഫ്റ്റ്. അതായത് എന്താണ്, ഒരു മതിയായ രീതിയിലുള്ള മാർജിൻ വേണം അല്ലെ. അപ്പൊ ഫോമിന്റെ ഇടത് വലത് മുകളില് താഴെ എന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള മതിയായ രീതിയിലുള്ള സ്ഥലം ആവശ്യമാണ്. ഇടതായാലും വലതായാലും താഴെ ആയാലും മുകളിലായാലും ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലം ആവശ്യമാണ്. ഇടത് ഭാഗത്തെ മാർജിൻ എന്താണ്, ഫിൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇപ്പൊ പ്രോപ്പർ നമ്പറൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പേര് വിവരങ്ങൾ, ഒന്ന് നെയിം, രണ്ടാമത് അഡ്രസ് ആണെങ്കിൽ അഡ്രസ്, അപ്പൊ അങ്ങനെ നമുക്ക് ക്രമമായിട്ട് നമ്പറൊക്കെ ഇട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും.
അപ്പൊ അതിന് വേണ്ടിയിട്ട് മാർജിനുകൾ കൃത്യമായിട്ടുള്ള ഒരു സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, different sections of the form should be properly separated so that it is easy to complete and extract information from it. അതായത് അവിടെ പറയുന്നത് സെപ്പറേറ്റ് സെക്ഷൻസ്, ഇപ്പോ വിഭവങ്ങളായിട്ട് അല്ലെങ്കിൽ എന്താണ് ഈ വിവിധ വിഭാഗങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഓരോ ഫോമില് ഇല്ലേ. വിഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓരോ സെക്ഷൻസ് ആയിരിക്കും. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഒരു സെക്ഷൻ, പിന്നെ അതുപോലെ തന്നെ ഓഫീസ് യൂസ് ഓൺലി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല സെപ്പറേറ്റ് സെക്ഷൻസ് ഒക്കെ ഫോമുകളിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തില് എന്താണ് ഫോമിലെ വിവിധ ഭാഗങ്ങള് വ്യക്തമായിട്ട് വേർതിരിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഓഫീസ് യൂസിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ പേര് വിവരങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് അതൊരു നമുക്ക് ബുദ്ധിമുട്ടാവും അല്ലെ. പിന്നെ അത് നമ്മൾ വെട്ടി തിരുത്തി മായ്ച്ച് അല്ലെ, അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ വിവിധ വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ഫോംസ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാകും, ഓഫീസ് തീർച്ചയായും യൂസ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എഴുതേണ്ടതാണ് എന്നുള്ളത് കൃത്യമായിട്ടുള്ള അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തില് ഫോമുകൾ വിവിധ വിഭാഗങ്ങളായിട്ട് വ്യക്തമായിട്ട് വേർതിരിക്കണം. അങ്ങനെ ഫോം എളുപ്പത്തിൽ പൂരിപ്പിക്കാനായിട്ടും വിവരങ്ങൾ എഴുതാനായിട്ട് വിവരങ്ങൾ എന്താണ് എടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ്. അതിനു വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഡിഫറെന്റ് സെക്ഷൻസ് ആക്കി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് കറക്റ്റ് ഇൻഫോർമേഷൻ നമുക്ക് അതിനകത്ത് എഴുതി ചേർക്കാനായിട്ട് എളുപ്പം. സ്റ്റൈൽ ഓഫ് പ്രിന്റ് യൂസ്ഡ്, അതായത് അവിടെ പറയുന്നത് എന്താണ്, നമുക്ക് ഈ വായിക്കാനായിട്ട് നമുക്ക് എളുപ്പത്തില് അച്ചടി അക്ഷരങ്ങള് സ്വാഭാവികവും കൃത്യമായിട്ടുള്ള വെളിച്ചത്തില് എളുപ്പത്തിൽ വായിക്കാനായിട്ട് കഴിയണം. അപ്പൊ കറക്റ്റ് ആയിട്ട് എന്താണ് ഈ പ്രിന്റ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ, ആ ഫോമിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ വായിക്കാൻ പറ്റും. ഇപ്പൊ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറെ അവർ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇല്ലേ. കുറെ ഇങ്ങനെ എന്താ പറയാ ഒരു പാരഗ്രാഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവർ അച്ചടിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ എന്താ സാധാരണക്കാരന് ചിലപ്പോൾ വായിക്കാൻ പറ്റൂല. എനിക്കായാലും നിങ്ങൾക്കായാലും ചിലപ്പോൾ വായിച്ചാല് ചിലത് മനസ്സിലാവാത്ത ഫോംസുകളൊക്കെ ഉണ്ട് അല്ലെ. അതെന്താണ്, ചിലപ്പോൾ നമ്മുടെ പേര് വിവരങ്ങൾ ഡ്രസ്സൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിസ്റ്റ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്താണ് അത്രയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. സാധാരണക്കാരന് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിന്റ് കാര്യങ്ങളായിരിക്കണം എഴുതേണ്ടത്. അല്ലാണ്ട് വലിയ പാരഗ്രാഫിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് അത് വായിച്ചെടുക്കാനും അതിന്റെ അർത്ഥം അറിയാനൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കാം ചിലവർക്കൊക്കെ. ഓക്കെ, ഇപ്പൊ അത്തരത്തിൽ ഇപ്പൊ ബാങ്കിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചിലപ്പോ വലിയ വലിയ ഫോംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഇങ്ങനെ അവര് കൊടുത്തിട്ടുണ്ടാവും വലിയ പാരഗ്രാഫ് ഒക്കെ. എന്തിനാണ് അത്, ശരിക്കും അതിന്റെ ആവശ്യമൊന്നും വരുന്നില്ലല്ലേ. അപ്പൊ അത്രയ്ക്ക് എന്താണ് വലിയ രീതിയിൽ എഴുതാണ്ട് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പൊ അഡ്രസ് ആണെങ്കിൽ അഡ്രസ് എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ സാധാരണക്കാരെ വായിച്ചെടുക്കാനായിട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതി കൊടുക്കാനായിട്ടും അവന് എളുപ്പമായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം, പ്രിന്റ് ചെയ്ത് വെക്കാം. കുറെ കാര്യങ്ങൾ പ്രിന്റ് ചെയ്യാണ്ട് അത് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം. ഓക്കെ, ഇനി പ്രോപ്പർ സൈസ്. പ്രോപ്പർ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശരിയായ വലിപ്പം വേണം അല്ലെ. ഫോമിന് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സൈസ് നിശ്ചയിക്കാം. അല്ലാണ്ട് വളരെ നീണ്ടതും അല്ലെങ്കിൽ ചെറുതാക്കി ചുരുക്കിയതുമായിട്ടുള്ള രീതിയിലാവരുത്. ഒരു സാധാരണ നമുക്കൊരു വലിപ്പം എത്ര വേണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിശ്ചയിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, അതിൽ പ്രിന്റ് ചെയ്ത് വെക്കുകയും വേണം അല്ലെ. അപ്പൊ സ്റ്റാൻഡേർഡ് സൈസ് നിശ്ചയിക്കാം. ഇതിലൂടെ പേപ്പർ നമുക്ക് എന്താണ് പാഴാക്കുന്നത്, നമുക്ക് കുറെ വലിച്ചു നീട്ടി പക്ഷെ അധികം പ്രിന്റ് ചെയ്യുന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അത്രയും ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ എന്താണ് വേസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പേപ്പേഴ്സ് അധികം വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ടുള്ള അളവ് കാര്യങ്ങൾ തീരുമാനിക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ പ്രിന്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ. നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞു ബാക്കി കുറച്ച് നീണ്ടു കിടക്കുന്നുണ്ട്, അവിടെ ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത്രയും നമുക്ക് പ്രിന്റ് ചെയ്യാൻ മതി അല്ലെ. മുക്കാഭാഗം ആ പേപ്പറിന്റെ ഒരു മുക്കാഭാഗം പ്രിന്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കി കാഭാഗം എന്താണ് വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരത്തില് പേപ്പേഴ്സുകൾ വേസ്റ്റ് ആക്കാതെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സൈസ് തീരുമാനിച്ച് അത് നിശ്ചയിക്കണം എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്,
ഡിഫറൻസ് ബിറ്റ്വീൻ ഫോംസ്. പല ഫോംസിനും ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഷുഡ് ബി എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോംസ്. എക്സാമ്പിൾ ക്രെഡിറ്റ് നോട്ട് പ്രിന്റ് ഈസ് ഉണ്ട്, ഡെബിറ്റ് നോട്ട് ഈസ് ഇൻ ബ്ലൂ. ഓക്കെ, അപ്പോ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത് റെഡിലാണ്, അതുപോലെ തന്നെ എന്താ പറയാ ഈ ഡെബിറ്റ് നോട്ട് പ്രിന്റ് ചെയ്യുന്നത് ബ്ലൂയിലാണ്. അപ്പൊ അത് എന്താണ് ഇതിന്റെ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ഫോമുകളെ തിരിച്ചറിയാനായിട്ട് വ്യത്യസ്ത ഫോംസുകൾ എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് നിറങ്ങൾ ഉപയോഗിക്കാം. ഇപ്പൊ പല ഫോംസുകളും നമുക്ക് ഇത് ക്രെഡിറ്റ് നോട്ടിന്റെ ആണ്, ഇത് ഡെബിറ്റ് നോട്ടിന്റെ ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ ഫോംസിന്റെ നിറവ്യത്യാസം പറഞ്ഞുകൊണ്ടാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല അപ്ലിക്കേഷൻ ഫോംസുകളും ഇപ്പോ പിങ്ക് കളറിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഇപ്പോ എന്താ പറയാ യെല്ലോ കളറിൽ. ഞാൻ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ നമ്മുടെ ഡിഗ്രിക്കോ അല്ലെങ്കിൽ ഇപ്പോ പ്ലസ് ടുവിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമല്ലോ ഫോംസുകൾ വാങ്ങിച്ച് ഇല്ലേ. ഫോമുകളൊക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ചിലപ്പോ എന്താ പറയാ ഈ പിങ്ക് കളർ ആയിരിക്കാം, ചിലപ്പോ യെല്ലോ കളറൊക്കെ. കോളേജിലൊക്കെ യെല്ലോ കളറൊക്കെ ആയിരുന്നു ഞാനൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടം അങ്ങനെയായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നിനല്ല, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് കളറിലുള്ള ഫോംസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഡിഗ്രിക്കുള്ള ഫോമാണ്, പ്ലസ് ടുക്കുള്ള ഫോമാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ കളേഴ്സുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇത് ബോത്ത് സൈഡ് പ്രിന്റിങ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് സൈഡ് പ്രിന്റ് വെച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം രണ്ട് സൈഡ് പ്രിന്റ്? ഇനി ഇപ്പൊ ഒരു സൈഡ് ടൈപ്പ് ചെയ്തു, അതിനുശേഷം മറ്റപ്പുറം എന്താ ഇങ്ങനെ എന്താ പറയാ ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത്രയും അതിനകത്ത് പോകുന്നുണ്ട്, അത്രയും സ്പേസ് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെ ഇരുവശവും നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ചെയ്യേണ്ടതുണ്ട്. പേപ്പറിന്റെ രണ്ട് വശങ്ങളിലും പ്രിന്റ് ചെയ്യുന്നത് അധിക പേപ്പർ ഉപയോഗം, നമ്മൾ അധികം ഉപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്താണ് നമുക്ക് പെട്ടെന്ന് അത് എഴുതി ഇതാക്കാൻ വേണ്ടിയിട്ടുമാണ് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ വേഗം നമുക്ക് ഇപ്പോ കുറെ പേപ്പർ നഷ്ടമാകുന്നതൊക്കെ കമ്പനിക്ക് നഷ്ടമാണ്. അപ്പൊ അത്തരത്തില് ഡബിൾ സൈഡും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ പേപ്പർ അധികം അത്രയ്ക്കും നഷ്ടമാകില്ല, വേസ്റ്റേജ് വരില്ല. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? പ്രോപ്പർ ടൈപ്പ് അല്ലെ, പ്രോപ്പർ ടൈപ്പ് ഓഫ് പേപ്പർ. ഓക്കെ, പ്രോപ്പർ ടൈപ്പ് ഓഫ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ ഒരു പേപ്പർ, അതായത് എന്താണ് ഫോമിന്റെ ഉപയോഗം, എത്ര കാലം നമ്മൾ സൂക്ഷിക്കണം, എങ്ങനെ കൈകാര്യം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ നോക്കി ശരിയായ പേപ്പർ തിരഞ്ഞെടുക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഇപ്പം കുറെ നാള് സൂക്ഷിക്കേണ്ട പേപ്പറൊക്കെ നമ്മൾ കട്ടി കുറഞ്ഞ ടൈപ്പുകളിലാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് അത് പെട്ടെന്ന് മിസ്സായി പോവാ, കീറി പോവാ, നശിഞ്ഞു പോവാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. ദീർഘനാള് സൂക്ഷിക്കേണ്ട ഫോംസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കട്ടിയുള്ള പേപ്പേഴ്സിൽ വേണം നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ അത് പെട്ടെന്ന് തന്നെ നശിഞ്ഞു പോവാനായിട്ട്, ചീത്തയിൽ പോവാനായിട്ടൊക്കെ ഇടയാകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറെ നാള് ഇപ്പൊ കുറച്ചു നാൾ സൂക്ഷിച്ചാൽ മതി, ഒരു 2-3 മാസം അല്ലെങ്കിൽ 6 മാസം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്തിരി കട്ടി കുറഞ്ഞ പേപ്പറിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. അല്ലെങ്കിൽ വയസ്സാണെങ്കിലോ കട്ടിയുള്ള പേപ്പർ വേണമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ അത് നശിച്ചു പോവാനും കേടായി പോവാനും ചാൻസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ന്യൂമറിക്കൽ ഐഡന്റിഫിക്കേഷൻ. ന്യൂമറിക്കൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറിക്കൽ ഐഡന്റിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് എന്തായിരിക്കും? ന്യൂമറിക്കൽ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എന്താണ് നമ്പർ നൽകുക അല്ലെ. ഓരോ എന്താണ് ഫോമിനും ഒരു കൺട്രോൾ നമ്പർ നൽകണം. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് നൽകിയിട്ട് വേണം ഫോമുകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് ഫോം തിരിച്ചറിയാനായിട്ടും അത് വായിക്കാനായിട്ടും സൂക്ഷിക്കാനായിട്ടും ഓർഡർ ചെയ്യാനായിട്ടും സഹായിക്കുന്നു. അതായത് നിങ്ങളിപ്പോ ഈ ഫോമുകളുടെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്ന നമ്പർ, അപ്പൊ അത് അനുസരിച്ച് നമ്മൾ വാങ്ങിച്ചാൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ ഫോമിന്റെ മുകളിലൊക്കെ ക്രമമായിട്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ ഇന്ന ആള് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന നമ്പറാണ്, 21 കഴിഞ്ഞാൽ 22 ആണ്, അതിനുള്ള ക്രമ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും.
അപ്പൊ അത് കഴിഞ്ഞാല് 21ാമത്തെ നമ്പർ 21ാമത്തെ ഫോം വാങ്ങിച്ചു കഴിഞ്ഞാല് 22ാമത്തെ ഫോമാണ് നമ്മൾ വാങ്ങിക്കേണ്ടത്. അത് അങ്ങനെ ക്രമം അനുസരിച്ച്, പിന്നീട് അത് 23ാമത്തെ നമ്പർ, അങ്ങനെ ക്രമം അനുസരിച്ച് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതാണ് ഫോമുകൾ. ഈ ശ്രദ്ധിക്കുക കേട്ടോ, നിങ്ങൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഈ അപ്ലിക്കേഷൻ ഫോം അതൊക്കെ നമ്മൾ കൊടുക്കുമ്പോ ഒക്കെ എന്താണ്, ഇത്തരത്തിലുള്ള നമ്പേഴ്സുകൾ ഉണ്ടാവും. നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ടൊക്കെ അവരപ്പോ നമ്പേഴ്സുകൾ നോക്കിയിട്ടാണ് അവർ തരുന്നത് നമുക്ക്. ഓക്കെ, അത് ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഫോമുകൾ തിരിച്ചറിയാനും അത് വാങ്ങിക്കാനായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട്. അപ്പൊ ഇടയിലൊക്കെ ചില നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇപ്പൊ ചിലത് തന്നിട്ടില്ലെങ്കിൽ, ഇപ്പൊ 36 തന്നിട്ടില്ല, 35 വരെയാണ് തന്നിരിക്കുന്നത്, 37 തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്, 36 കൊണ്ടുവരുമ്പോൾ അതിന്റെ ഇടയിലേക്ക് ഏറ്റവും അവർ ക്രമപ്പെടുത്തി വെക്കാറുണ്ട്. കണ്ടിട്ടില്ല അല്ലെങ്കിൽ അറിയത്തില്ലാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം, ഈ ആപ്ലിക്കേഷൻ ഫോം ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എസെൻഷ്യൽസിൽ വരുന്നത്, എസെൻഷ്യൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് എസെൻഷ്യൽ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്? നമ്മൾ പറഞ്ഞു ടൈറ്റിൽ വേണം, അതുപോലെ തന്നെ ഒരു ലോജിക്കൽ സീക്വൻസ് വേണം, സ്പേസ് വേണം, അതുപോലെ തന്നെ പറഞ്ഞത് ആഡിക്വേറ്റ് മാർജിൻ അറ്റ് ദ ലെഫ്റ്റ്. ഇനി ഡിഫറെന്റ് സെക്ഷൻസ് ആക്കണം അല്ലെ. അതുപോലെ തന്നെ സ്റ്റൈൽ ഓഫ് പ്രിന്റ് യൂസ്. ഓക്കെ, പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ടത് അത് ഏതൊക്കെ സ്റ്റൈല് എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങള്. പ്രോപ്പർ സൈസ് വേണം, നമുക്ക് എവിടെയായാലും പ്രോപ്പർ ആയിട്ടുള്ള സൈസ് എന്താണ്, ലെഫ്റ്റ് അതുപോലെ തന്നെ റൈറ്റ്, അതുപോലെ മുകളില് താഴെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സൈസിലായിരിക്കണം ഫോംസുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ എന്താണ്, ഷുഡ് ബി എ ഡിഫറെന്റ് ബിറ്റ്വീൻ ഫോംസ്. നമ്മുടെ കളേഴ്സ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, കളർ ഫോംസ് ഒക്കെ ചിലർക്ക് ഇപ്പോൾ ക്രെഡിറ്റ് നോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ആണ്, ഡെബിറ്റ് നോട്ട് ആണെങ്കിൽ ബ്ലൂ ആണുള്ളത്. ഓക്കെ, ഇനി ബോത്ത് സൈഡ് പ്രിന്റിങ് നമുക്ക് വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഫോംസുകൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് പ്രോപ്പർ ടൈപ്പ് ഓഫ് പേപ്പർ, കറക്റ്റ് ആയിട്ടുള്ള എന്താണ് പറയാ, ഈ പ്രോപ്പർ ആയിട്ട് പേപ്പറുകൾ നമ്മൾ എന്ത് ചെയ്യാം, പ്രോപ്പർ ടൈപ്പ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ന്യൂമറിക്കൽ അല്ലെ. പ്രോപ്പർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ എന്താ പറയാ, ഈ കുറേ നാളെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചില പേപ്പേഴ്സുകളൊക്കെ. അപ്പോ കട്ടി കുറഞ്ഞ പേപ്പർ ആണെങ്കിൽ കുറെ നാളെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല, പോകാൻ സാധ്യതയുണ്ട്. എടുക്കുമ്പോ അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ നമുക്ക് കുറെ നാൾ സൂക്ഷിക്കേണ്ടതൊക്കെ ആണെങ്കിൽ കട്ടിയുള്ള പേപ്പേഴ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിന്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ന്യൂമറിക്കൽ ഐഡന്റിഫിക്കേഷൻ, ഇത്തരത്തിലുള്ള നമ്പറുകൾ നമുക്ക് ഓരോ ഫോംസിനും കൺട്രോളബിൾ ആയിട്ടുള്ള നമ്പേഴ്സുകൾ ഉണ്ടാവും. ആ നമ്പേഴ്സ് നമുക്ക് നോക്കി ഇത് ഫോമുകൾ തിരിച്ചറിയാനായിട്ടും അത് കറക്റ്റ് ആയിട്ട് ഓരോ ഫോംസും ക്രമപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫാക്ടേഴ്സിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം അത്ര വരെ.
ഇനി നെക്സ്റ്റ് നോക്കാം ബെനിഫിറ്റ്സ് ഓഫ് ദീസ് ഫോംസ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് റിസർവേഷൻ ഓഫ് റെക്കോർഡ്സ്. അതായത് റിസർവേഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് റെക്കോർഡ്സുകൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ. ഇപ്പൊ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഓരോ റെക്കോർഡ്സുകൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഓരോ റെക്കോർഡ്സുകൾ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് അത് ആവശ്യമുള്ളപ്പോൾ പിന്നീട് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്യൂച്ചറിൽ എടുത്ത് നോക്കാനായിട്ട് കോർപ്പറേറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ എന്ത് സഹായിക്കുന്നുണ്ട് ഈ ഫോംസിലൂടെ ഉള്ള രേഖകളായാലും നമുക്ക് നോക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ എയ്ഡ്സ് ടു ഓഫീസ് സിസ്റ്റംസ് ആൻഡ് റുട്ടീൻസ്. എന്താണ് ഓഫീസിലെ പ്രവർത്തനങ്ങള് അത് എന്താണ് നമുക്ക് പ്രവർത്തനങ്ങൾ റുട്ടീൻ ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശരിയായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഫോംസുകൾ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് ബെറ്റർ കസ്റ്റമർ സർവീസ്. അതായത് ബെറ്റർ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള കസ്റ്റമേഴ്സ് അല്ലെ ഫോംസുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഫിൽ ചെയ്ത് അവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അല്ലെ. ശരിയായ രീതിയിൽ ഫോംസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ എല്ലാ റെക്കോർഡ്സുകളും നമുക്ക് എളുപ്പത്തിൽ സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ലൊരു സേവനമാണ് അല്ലെ. ഓക്കെ, അതാണ് ബെറ്റർ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. സെയിം ടൈം നമുക്ക് എന്താണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ എന്താ പറയാ നമുക്ക് എന്താണ് ഓരോ വിവരങ്ങളും വീണ്ടും നമുക്ക് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഫോംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുത്ത് നോക്കിയാൽ മതി. എന്തെങ്കിലും ഫ്യൂച്ചർ ഓപ്പറേഷൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ ഗുഡ് നല്ലൊരു പേരുണ്ട് അല്ലെ, പേര് നല്ല രീതിയിൽ ഉയർത്താനായിട്ട് അല്ലെ ഫോംസുകളിലൂടെ നല്ല രീതിയിൽ ഫോംസുകൾ ഉപയോഗിക്കുന്നത് വഴി സ്ഥാപനത്തില് പൊതുജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിനാൽ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനാൽ മറ്റുള്ളവരോട് പറഞ്ഞ് മറ്റു ജനങ്ങളോട് പറഞ്ഞ് നമ്മുടെ ഓഫീസിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ ഗ്രൂപ്പിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഫോംസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബെറ്റർ ഹ്യൂമൻ റിലേഷൻസ്, നല്ലൊരു വ്യക്തി ബന്ധങ്ങൾ മനുഷ്യബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ജീവനക്കാരുടെ ജോലി ശമ്പളം അതുപോലെ തന്നെ ബോണസ് ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട്സുകൾ ശരിയായ രീതിയിൽ സൂക്ഷിക്കാനായിട്ട്. അതായത് ഓരോ നമുക്ക് പറയാം പ്രൂഫ് എന്ന് പറയുന്ന ഫോംസുകളായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളെ സൂക്ഷിച്ചിരിക്കാനായിട്ട് ഫോമുകൾ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ജീവനക്കാർ തമ്മിലൂടെ നല്ലൊരു ഹ്യൂമൻ റിലേഷൻസ് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ബെറ്റർ സർവീസ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സും ക്രെഡിറ്റേഴ്സിനും മികച്ചൊരു സേവനം നൽകാനായിട്ട് ഇപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ഫോംസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതും എന്താണ് ഫ്യൂച്ചറുമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഫ്യൂച്ചർ റെഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോംസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് അല്ലെ. അപ്പൊ നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ഫോംസുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രെഡിറ്റേഴ്സിനായാലും ഷെയർ ഹോൾഡേഴ്സിനായാലും അവർക്കും നല്ല രീതിയിലുള്ള മികച്ച സേവനം കൊടുക്കാനായിട്ട് ഫോംസുകൾ സഹായിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇത്രയും വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയില്ലേ? ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഈ പറഞ്ഞത് വരെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.